ഹലോ എവരിവൺ. ഇന്ന് യൂക്ലിഡ്സ് ജോമെട്രിയിലെ കുറച്ച് MCQs ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദി അസംഷൻസ് വിച്ച് ആർ സ്പെസിഫിക് ടു ജോമെട്രി ആർ കോൾഡ്. നമുക്ക് ജോമെട്രി സ്പെസിഫിക് ആയിട്ടുള്ള അസംഷൻസിന് പറയുന്ന പേരാണ് പോസ്റ്റുലേറ്റ്സ്. ഇനി മാത്തമാറ്റിക്സിൽ നമ്മൾ ത്രൂ ഔട്ട് എടുക്കുന്ന അസംഷൻസിന് പറയുന്ന പേര് ആക്സിയംസ്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോവാതെ നോക്കുക. Janaki is of the same age as Deepika. Sudha is also of the same age as Deepika. Which of the following option is correct? ഇവിടെ നമ്മൾ യൂക്ലിഡിൻ്റെ ഒരു ആക്സിയം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ജാനകിക്ക് ഒരു ഏജ് കൊടുക്കാം. ജാനകിക്ക് 10 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ദീപികയുടെ ഏജ് എന്തായിരിക്കും? 10 തന്നെയായിരിക്കും. ഇനി സുധയ്ക്കും ദീപികയുടെ സെയിം ഏജ് ആണ്. അപ്പോൾ സുധയുടെ ഏജ് എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു യൂക്ലിഡിൻ്റെ ഒരു ആക്സിയം ഉണ്ട്. തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദി സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ജാനകി ആൻഡ് സുധ ആർ ഓഫ് സെയിം ഏജ്. കറക്റ്റ് ആണ് അല്ലേ? 3 പേരുടെയും ഏജ് 10 ആണ്. ജാനകി ഈസ് ഓൾഡർ ദാൻ സുധ. തെറ്റാണ്. സുധ ഈസ് ഓൾഡർ ദാൻ രമണിക. രമണിക നമ്മുടെ ക്വസ്റ്റ്യനിലേ ഇല്ല. ജാനകി ആൻഡ് ദീപിക ആർ യങ്ങർ ദാൻ സുധ. ഇവിടെ 3 പേരുടെ ഏജ് 10 ആണ്. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. എ സർക്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് എനി സെൻറ്റർ ആൻഡ് റേഡിയസ്. ട്രൂ ഓർ ഫോൾസ്? നമുക്ക് യൂക്ലിഡിൻ്റെ പോസ്റ്റ്ലേറ്റ് 3 എ സർക്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് എനി സെൻറ്റർ ആൻഡ് റേഡിയസ് സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് എല്ലാ ആക്സിയവും എല്ലാ പോസ്റ്റ്ലേറ്റും അവരുടെ നമ്പർ അടക്കം, അതായത് പോസ്റ്റ്ലേറ്റ് 1, പോസ്റ്റ്ലേറ്റ് 2, പോസ്റ്റ്ലേറ്റ് 3 അങ്ങനെ തന്നെ പറഞ്ഞിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക, കാണാൻ പഠിച്ചു വയ്ക്കുക. It is known that if x plus y is equal to 10, then x plus y plus z is equal to 10 plus z. Which Euclid's axiom is used? അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു 10 എന്ന് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ആണ് 10. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും z ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 10 പ്ലസ് സെഡ്. അതായത് നമ്മൾ എന്താ ചെയ്തത്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 തന്നിട്ടുണ്ട്. അത് ഈക്വൽ ആണ്. എക്സ് പ്ലസ് വൈയും 10ഉം ഈക്വൽ ആണ്. ഇനി അതിൻ്റെ കൂടെ z ഇസ് ഈക്വൽ ടു സെഡ് ആണല്ലോ. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ സെഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇഫ് ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ് ദെൻ ദി ഹോൾസ് ആർ ഈക്വൽസ്. അപ്പോൾ ഇതും ഇതും ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ യൂക്ലിഡിൻ്റെ സെക്കൻഡ് ആക്സിയമാണ്. ഇഫ് ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ് ദ ഹോൾസ് ആർ ഈക്വൽസ്. അത് വെച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. If the point P lies between M and N and C is the midpoint of MP, then. അപ്പോൾ നമുക്ക് ഒരു എം എന്നുള്ളൊരു ലൈൻ വരയ്ക്കാം. ലൈനോ ലൈൻ സെഗ്മെൻറ്റോ എന്തെങ്കിലും വരയ്ക്കാം. ഇനി പി എന്നുള്ള പോയിന്റ് എൻ്റെ ഇടയിൽ കിടക്കുകയാണ്. സി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എം പി. അപ്പോൾ എം പിയുടെ മിഡ് പോയിന്റ് ആണ് സി. അതായത് എം സിയും സി പി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി ഓരോരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കുക. എം പി പ്ലസ് സി എൻ. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ നോക്കുക. എം പി പ്ലസ് സി എൻ ഇസ് ഇക്വൽ ടു എം എൻ ആണോ? അല്ല. അടുത്തത് എം സി പ്ലസ് പി എൻ. എം സി പ്ലസ് പി എൻ എന്ന് പറയുമ്പോൾ ഇടയിലുള്ള ഒരു സി പി എന്നുള്ള ഒരു ഗ്യാപ്പ് വിട്ടു പോകുന്നുണ്ട്. അത് ഈക്വൽ ടു എം എൻ അല്ല. അടുത്തത് എം പി പ്ലസ് സി പി ഈക്വൽ ടു എം എൻ. അതും അല്ല. അടുത്തത് നോക്കുക. എം സി പ്ലസ് സി എൻ ഇസ് ഈക്വൽ ടു എം എൻ. ഇത് കറക്റ്റാണ്. A system of axiom is called dash if it is impossible to deduce from these axioms a statement that contradicts any axiom or previously proved statement. ഇതിൻ്റെ ആൻസർ വരുന്നത് consistent. The number of dimensions a surface has. അപ്പോൾ സർഫസിന് 2 ഡയമെൻഷനാണ് ഉള്ളത്, ലെങ്തും ബ്രെഡ്ത്തും. അതേ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു 7 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലെ 5th ഡെഫിനിഷനാണിത്. എ സർഫസ് ഈസ് ദാറ്റ് വിച്ച് ഹാസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓൺലി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 2. ഓൾ റൈറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ടു വൺ അനദർ ഈസ്. ഇതൊരു ആക്സിയം ആണോ പോസ്റ്റ്ലേറ്റ് ആണോ ഡെഫിനിഷൻ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു പോസ്റ്റ്ലേറ്റ് ആണ്. 4th പോസ്റ്റ്ലേറ്റ് ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.